മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, നബി എനിക്കൊരു ഉപദേശം പറഞ്ഞു തരുമോ നബിയെ? അള്ളാഹുവിൻ്റെ റസൂല് ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം, മോനെ നീ കോപിക്കരുത്. വീണ്ടും ആ സ്വഹാബി റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, എനിക്ക് വേറൊരു ഉപദേശം പറഞ്ഞു താ നബി. ഇവിടെ അതേ മറുപടി തന്നെ പറയുകയാണ്, മോനെ നീ ദേഷ്യപ്പെടരുത്, കോപിക്കരുത്. മൂന്നാമതും ഈ സ്വഹാബി ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതേ മറുപടി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, എത്രയോ ഉപദേശങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു ഉപദേശം ആവർത്തിച്ച് ആ സഹാബിയോട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തുവെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് എത്രയോ ബന്ധങ്ങളാണ് ഒരു നിമിഷത്തെ കോപത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയത്. എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോയത്. എത്രയോ മാതാപിതാക്കൾ സ്വന്തം മക്കളുടെ കോപം കാരണം, ദേഷ്യം കാരണം ഇന്നും വിഷമിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അതുപോലെ തന്നെ എത്രയോ സുഹൃത്തുക്കളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിമിഷത്തെ കോപത്തിൻ്റെ പേരിൽ, ദേഷ്യത്തിൻ്റെ പേരിൽ പറഞ്ഞുപോയ വാക്ക് ഇന്നും ആഴങ്ങളിലുള്ള മുറിവുകളായി മനസ്സിൽ മായാതെ മറയാതെ ഇന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ നിൽക്കുന്ന എത്രയോ ആൾക്കാർ നമുക്കിടയിലുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചത് കാണാം. ഏറ്റവും വലിയ ശക്തൻ ആരാണെന്നറിയുമോ? ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ഏറ്റവും വലിയ ശക്തനെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്.